ബലാത്സംഗ കേസിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്ന് കാട്ടി നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മെയിൽ അയച്ചു. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ മറുപടി. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി മാറ്റിവെച്ച പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഉൾപ്പെടെ സിദ്ദിഖിനെതിരെയുണ്ട്. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നേരത്തെ രണ്ടാഴ്ചത്തെ മുൻകൂർ ജാമ്യമാണ്, രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് ഇനി പരിഗണിക്കുന്നത് വരെയും സിദ്ദിഖിനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന ഒരു നിലപാടിലായിരുന്നു അന്വേഷണ സംഘമെങ്കിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് അറിയിക്കുന്നു. അത് സിദ്ദിഖ് ഈ മെയിൽ അയച്ചതിനെ തുടർന്നാണോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം? ടോം, സിദ്ദിഖാണ് ഇപ്പോൾ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം, അതിന് സന്നദ്ധനാണ് എന്ന കാര്യം സിദ്ദിഖാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ഈ വരുന്ന 22 വരെ അറസ്റ്റ് പാടില്ല എന്ന് നേരത്തെ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും സിദ്ദിഖ് ഒളിവിൽ പോവുകയും ചെയ്തു. തുടർന്നാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ സമയത്തൊക്കെയും സിദ്ദിഖിൽ ഒളിവിൽ തുടർന്നപ്പോൾ പോലീസ് പിടികൂടുന്നില്ല എന്നത് വലിയ പരാതിയായി ഉയർന്നു വന്നിരുന്നു. അന്വേഷണ സംഘം ഒത്തുകളിക്കുകയാണെന്ന ആരോപണമുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം സുപ്രീം കോടതി 22 വരെ അറസ്റ്റ് പാടില്ല, അതോടൊപ്പം അന്വേഷണ സംഘത്തോട് സഹകരിക്കണമെന്ന നിർദ്ദേശം കൂടി നടന് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ വൈകുകയാണ്. സിദ്ദിഖിനെ ഒരുപക്ഷെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണ സംഘം അത്തരമൊരു നടപടിയിലേക്ക് പോയില്ല. പ്രധാനമായും അവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു നിയമകാര്യം പിന്നീട് സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കുന്നു. പോലീസിന്റെ ഒരു നീക്കം ആ നിലയ്ക്കാണ് എന്ന സംശയം. അതുകൊണ്ട് തന്നെയാണ് നടൻ ഇപ്പോൾ സ്വമേധയാ ഒരു താല്പര്യമെടുത്ത് ചോദ്യം ചെയ്യലിന് എത്താം എന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ 22 വരെ ചോദ്യം ചെയ്യൽ നടക്കാതിരിക്കുകയും പിന്നീട് കോടതിയിൽ ഈ കേസ് വരുമ്പോൾ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കാര്യം പ്രോസിക്യൂഷൻ പറയാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ കസ്റ്റഡി നടപടികളിലേക്ക് കാര്യങ്ങൾ നീളും. സിദ്ദിഖിനെ കസ്റ്റഡിയിൽ വേണമെന്നും പിന്നീട് ഈ അറസ്റ്റിന് എന്തെങ്കിലും നിയമപരമായോ സാങ്കേതികമായോ തടസ്സമില്ല, സുപ്രീം കോടതി അറസ്റ്റ് ആകാം, 2 ആഴ്ച കഴിഞ്ഞു, ഇനി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ തുടർ നടപടികളുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം എന്നൊരു നിർദ്ദേശം നൽകിയാൽ സ്വാഭാവികമായും സിദ്ദിഖ് കസ്റ്റഡിയിലാവുകയും ഒരുപക്ഷെ റിമാൻഡിൽ പോകാനുള്ള, അതായത് അറസ്റ്റ് കോടതി തടഞ്ഞില്ലെങ്കിൽ, മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ ഉറപ്പായും പോകും. അങ്ങനെയെങ്കിൽ റിമാൻഡിൽ പോകേണ്ടി വരും. അവിടെ ദിലീപിന്റെ സാഹചര്യമൊക്കെയും മുന്നിലുണ്ട്. ചലച്ചിത്ര രംഗത്ത് തന്നെ ഉള്ള ഒരു അനുഭവമാണ്. ഏതാണ്ട് 90 ദിവസത്തോളമാണ് ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആ ഒരു നിലയിലേക്കൊക്കെ സിദ്ദിഖിന്റെ കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് സിദ്ദിഖ് സ്വമേധയാ ഇങ്ങനെ ഒരു മെയിൽ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ താൻ ചോദ്യം ചെയ്യലിന് സന്നദ്ധമാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. ഇതുവരെ കാത്തുനിന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടൻ അങ്ങോട്ട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. സിദ്ദിഖിന്റെ ഭാഗത്ത് ഇത്തരം ഒരു നീക്കമുണ്ടായത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഇനി സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ, മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ താൻ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിച്ചു, ചോദ്യം ചെയ്യാൻ സന്നദ്ധനായി, എന്നാൽ ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടിയൊക്കെ ഉണ്ടായില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു നീക്കം കൂടിയല്ലേ സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്? ഈ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ താൻ സന്നദ്ധനാണ് എന്ന് ഒരു മെയിൽ മുഖേന അറിയിക്കാനുള്ള നീക്കമൊക്കെ അത്തരമൊരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് കൂടി കാണേണ്ടതല്ലേ വിനോദ്? ടോം തീർച്ചയായും അങ്ങനെ വിലയിരുത്തണം. കാരണം ഇനി കോടതിയുടെ മുമ്പിലേക്ക് ഈ കേസ് വരുമ്പോൾ എങ്ങനെയാണ് അന്വേഷണ സംഘത്തോട് സിദ്ദിഖ് സഹകരിച്ചത്? അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം തുടർ നടപടികളിൽ പ്രതിക്ക് അനുകൂലമായ തീരുമാനങ്ങളോ കോടതിയുടെ നടപടികളോ ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും ഈ അന്വേഷണ സംഘത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട അതൊരു ആവശ്യകതയാണ്, പ്രതിഭാഗത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്തില്ലെങ്കിൽ കൂടിയും കോടതിയിൽ അത്തരമൊരു വാദം ഉന്നയിക്കാൻ സിദ്ദിഖിന് കഴിയും. അന്വേഷണ സംഘം വിളിപ്പിച്ചില്ല, പക്ഷേ താൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരുന്നു, ഇങ്ങനൊരു മെയിൽ അയച്ചിരുന്നു, അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, ചോദ്യം ചെയ്യലിനെത്താൻ തയ്യാറാണ്.
അത്തരം കാര്യങ്ങൾ താൻ ആവശ്യപ്പെട്ടിട്ടും അന്വേഷണ സംഘം അത് നിരസിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാദം ഉയർത്താൻ സിദ്ദിഖിന് കഴിയും. മാത്രമല്ല, തന്നെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് അന്വേഷണ സംഘം നടത്തിയത്. തന്നെ റിമാൻഡിൽ അയക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നു എന്നുകൂടി സിദ്ദിഖിന് വാദിക്കാൻ കഴിയും. ആ ഒരു നിലയ്ക്ക് ഇത്തരം ഒരു മെയിലിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം അന്വേഷണ സംഘവുമായി സഹകരിച്ചു എന്ന് പൂർണ്ണമായും കോടതിക്ക് മുന്നിൽ സ്ഥാപിക്കാൻ ഇത്തരമൊരു മെയിലിലൂടെ സിദ്ദിഖിന് കഴിയും. ഇവിടെയാണ് ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്ത് എന്നത് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഒരുപക്ഷെ സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മെയിൽ ഉണ്ടായില്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ആ സാധ്യതകൾ അടയുകയാണ്. അവിടെയാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്ത് എന്ന ചോദ്യം ചെയ്യാം. തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട്. അറസ്റ്റ് നടപടിയിലേക്ക് പോകാം. പക്ഷേ വിചാരണ കോടതിയുടെ വ്യവസ്ഥ അനുസരിച്ച് ജാമ്യത്തിൽ വിടേണ്ടതുണ്ട്. കാരണം മറ്റ് നടപടികളിലെ റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ വിധിയാണ്. സ്വാഭാവികമായും വിനോദ്, മറ്റ് കേസുകൾ നമുക്ക് ഈ സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ പരിശോധിച്ചാൽ സമാനമായ നീക്കങ്ങൾ തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുകേഷിനെയും ഇടവേള ബാബുവിനെയും ഒക്കെ അറസ്റ്റ് ചെയ്തു, പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അവർക്ക് മുൻകൂർ ജാമ്യമുള്ളതിനാൽ ഈ സിദ്ദിഖിനെയും ഈ ഒരു കാലയളവിൽ, അതായത് ഈ സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞ ഈ ഒരു കാലയളവിൽ ചോദ്യം ചെയ്താൽ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുക, ആ ഒരു നടപടി തന്നെ ആയിരിക്കുമല്ലോ പ്രത്യേക അന്വേഷണ സംഘവും സ്വീകരിക്കുക, അല്ലേ? തീർച്ചയായും ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ല. ഒരുപക്ഷെ സിദ്ദിഖിനെ ഒന്നിൽ കൂടുതൽ തവണ, അത് ഈ അന്വേഷണ സംഘത്തിന്റെ താല്പര്യമാണ്, എത്ര തവണ ചോദ്യം ചെയ്യണമെന്നത്. ഒന്നിൽ കൂടുതൽ തവണ സിദ്ദിഖിനെ ചോദ്യം ചെയ്യുന്നതിനും ഈ തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനും അന്വേഷണ സംഘത്തിന് തടസ്സമില്ല. പക്ഷേ റിമാൻഡ് പോലുള്ള നടപടികൾ, അത്തരത്തിലുള്ള പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യൽ, ഇതൊന്നും തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. 22 വരെ അത്തരം നടപടികളൊന്നും അന്വേഷണ സംഘത്തിന് സാധ്യമല്ല. സുപ്രീം കോടതിയുടെ ഉത്തരവാണ്. അതേസമയം അന്വേഷണവുമായി സഹകരിക്കണമെന്ന കാര്യമാണ് സിദ്ദിഖിനോട് ഉന്നയിച്ചിട്ടുള്ളത്. ഇനി സിദ്ദിഖിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മെയിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ ചോദ്യം ചെയ്യലിന് സന്നദ്ധനാണ്, അന്വേഷണ സംഘത്തിന് മുന്നിലെത്താം, തന്നെ വിളിപ്പിച്ചാൽ താൻ എത്താം എന്ന നിലയ്ക്ക് സ്വമേധയാ അങ്ങോട്ട് ഒരു അറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി സിദ്ദിഖിനെ ചോദ്യം ചെയ്യാതെ ഈ കേസ് നേരെ മുന്നോട്ട് പോവുകയും 22 കഴിഞ്ഞ് സുപ്രീം കോടതിക്ക് മുന്നിലെത്തുകയും ചെയ്യുമ്പോൾ പിന്നീട് കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നീക്കിയാൽ സിദ്ദിഖിന്റെ അഭിഭാഷകൻ ഉറപ്പായും പറയുന്നത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു, ചോദ്യം ചെയ്യലിന് എത്താമെന്ന് അങ്ങോട്ടറിയിച്ചു. പക്ഷേ അതിന് അന്വേഷണ സംഘം തയ്യാറായില്ല. അതുകൊണ്ട് തുടർന്നുള്ള നടപടികൾ ഒഴിവാക്കണം, മുൻകൂർ ജാമ്യം നൽകണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തൽസ്ഥിതി അറസ്റ്റ് പാടില്ല, തുടർന്നുള്ള കാര്യങ്ങൾ അത് നീട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഏതായിരുന്നാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് സിദ്ദിഖിന്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മാത്രമല്ല, ഈ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിയിൽ എന്തുകൊണ്ട് ഈ കേസ് ഇത്രകാലം വൈകി? 2016 നടന്ന സംഭവമാണ്. അതിനുശേഷം 2019 മുതൽ ഈ നടി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് പിന്നീട് പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അവിടെ എല്ലാം തന്നെ നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്തുകൊണ്ടിത് സംഭവിച്ചു, എന്തുകൊണ്ട് കേസെടുത്തില്ല, എന്തുകൊണ്ട് 8 വർഷത്തെ കാലതാമസം ഉണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ചോദ്യമായി ഉയർന്നിരുന്നു. ഇതെല്ലാം തന്നെ പൊതുവിൽ പ്രതിഭാഗത്തിന് അനുകൂലമായ സാഹചര്യം എന്ന നിലയ്ക്കാണ്. അതിനപ്പുറത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കൂടി പോയിരിക്കുന്നു. അതായത് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള നടപടിക്ക് അപ്പുറത്തേക്ക് സുപ്രീം കോടതി ഒരു നടപടിയിലേക്ക് പോയത് 22 വരെ അറസ്റ്റ് പാടില്ല എന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ അത് സിദ്ദിഖിനെ സംബന്ധിച്ച് ഈ രാജ്യം വിട്ടുപോകരുത്, പ്രധാനമായും ഈ അന്വേഷണ സംഘത്തോട് സഹകരിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അതിന് അന്വേഷണ സംഘം ഒരു ഇനിഷ്യേറ്റീവ് താല്പര്യമെടുത്തില്ലെങ്കിൽ സിദ്ദിഖ് ആ താല്പര്യമെടുക്കുന്നു എന്നത് വെറുതെ താല്പര്യമെടുക്കുന്നതല്ല. 22-ന് ശേഷം സുപ്രീം കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടി കൂടിയാണ് ഇപ്പോൾ നടന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ടോം, തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ നിരീക്ഷണമാണ്. കാരണം അത് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്റെ ഭാഗത്തു നിന്ന് ഈ കേസിനോട് പൂർണ്ണമായി സഹകരിച്ചു എന്ന് വാദിക്കാൻ പ്രതിഭാഗത്തിന് കഴിയും. മറുവശത്ത് അന്വേഷണ സംഘത്തിന്റെ തീരുമാനവും ഏറെ നിർണായകമാണ്.
ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് വൈകുന്നു എന്ന വാർത്ത കൂടിയുണ്ട്. ആ വാർത്ത പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.